ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നൊന്നുമില്ല. എന്തിനാ വെറുതെ? ആ നീ എന്നുള്ളൊരു പേര് ആദ്യമായിട്ട് കള്ളം പറയുന്നത്. നീ പറ കേൾക്കട്ടെ. പോടാ. ഇട്ടാണോ വിശ്വസിക്കാതെ പ്രോമിസ്. എനിക്കൊന്നും വയ്യ, പോ. ആ നമ്മൾ പറയണം. ആ എന്നാ പറയാം. അന്ന് നല്ല മഴയായിരുന്നു. രാത്രി വന്നിട്ടില്ലാത്ത കാരണം വഴിയിലൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. നമ്മുടെ ആ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ബസ് സ്റ്റോപ്പില്ല, അവിടെ എത്തിയപ്പോൾ ഒരാളിരിക്കുന്നുണ്ട്. ഞാൻ നേരെ അയാളുടെ അടുത്തേക്ക് ഒന്ന് വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. കുറച്ച് നേരം അയാളൊന്നും മിണ്ടിയില്ല. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. ആ ശവപ്പറമ്പിലേക്കാണോ? ഈ സമയത്ത് അവിടേക്ക് ആരും പോവാറില്ല. ആത്മാക്കൾ അലഞ്ഞു നടക്കുന്ന സ്ഥലമാണത്. ഒന്ന് പേടിച്ചെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഞാൻ അയാളുടെ പിന്നെയും വഴി ചോദിച്ചു. അയാൾക്ക് വഴി പറഞ്ഞു തന്നു. ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. സൂക്ഷിക്കണം, കണ്ണിൽ കാണുന്നതൊന്നും വിശ്വസിക്കരുത്. മനുഷ്യർ വരുന്നതും കാത്ത് പലതും അവിടെ ഉണ്ടാവും. എന്തിനേറെ ഈ നിൽക്കുന്ന ഞാൻ സത്യമാണെന്ന് മോന് വല്ല ഉറപ്പുണ്ടോ? ഈ സമയത്ത് ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മോൻ ചിന്തിച്ചോ? അയാളത് പറഞ്ഞു നിർത്തി ഒന്ന് ചിരിച്ചു. കാൽവെള്ളം എന്നൊരു തരിപ്പ് കയറി വരുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ എങ്ങനെയോ അവിടെ നിന്ന് ബൈക്കെടുത്ത് വേഗം ഇറങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ടെന്താ, ഒരു വിധത്തിലെങ്ങ് എത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളും വന്നല്ലോ. എടാ എന്താ ഞാനിത് പറഞ്ഞില്ലെന്നേ. ഞങ്ങളൊന്നും ആ വഴിക്ക് തന്നെയാണ് വന്നത്. നീ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്തോ ഒരു പന്തികേട് ഞങ്ങൾക്കും തോന്നിയായിരുന്നു. പെട്ടെന്ന് ഇവിടുന്ന് ഒരു ദുർഗന്ധവും മാറ്റമൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോഴല്ലേ മനസ്സിലായത് നീ ആ വഴി പേടിച്ച് മുള്ളിൽ പോയതിൻ്റെ നാറ്റമായിരുന്നു. ഒരുമാതിരി ഉണ്ടാക്കരുത് കേട്ടോ. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എൻ്റെ ഇതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്തേ. അല്ല പിന്നെ എൻ്റെ ഒരു ഷോപ്പറാണ് ദിവസമായിട്ട് ഞങ്ങളൊന്നും വീട്ടിലിരിക്കാൻ. എടാ ബ്രോക്കർ പറഞ്ഞോളാ. എന്താ ആലോചിക്കുന്നു? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം ആലോചിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടന് ഇതുപോലൊരു മാനസിക പ്രശ്നം ഉണ്ടായിട്ട് അയാൾ അവൻ്റെ തല വെട്ടിപ്പൊളിച്ചു. അത് അയാൾ വെറുതെ ചെയ്തതല്ലായിരുന്നു. അപ്പോഴാ ഓർമ്മ വന്നത്. അല്ലേ, എന്തിനാ തല വെട്ടിപ്പൊളിച്ച്? അവനൊരിക്കലും ഇതുപോലെ അവൻ്റെ ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ ചെയ്തത്. കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ പറയാൻ നീ ഇല്ലെങ്കിലോ? ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് വണ്ടി വെച്ച് അതൊക്കെ ബോധം വീണപ്പോൾ അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ? ശരിക്കും ഓടാ, സത്യം. അവൻ എന്നെ നോക്കിയപ്പോൾ ഞാനെന്നെ നിന്നെ കാണിച്ചു കൊടുക്കാൻ. ആരാണ് പേഷ്യന്റിന്റെ കൂടെ വന്നത്? നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു. ഡോക്ടറാണോ പേഷ്യന്റ് വിളിച്ചത്? ഡോക്ടർ. ഓക്കെ. ഇതായിരിക്കല്ലേ പേഷ്യന്റ്? ഡോക്ടർ രോഗി അകത്തുണ്ട്, ദീപു. നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കല്ലേ? ഞങ്ങൾ പല രീതിയിലും നോക്കി, പക്ഷെ പേഷ്യന്റ് ഇപ്പോൾ ഒന്നിനോട് പ്രതികരിക്കുന്നില്ല. ഡോക്ടർ ഡോസ് മാത്രമേ ഞങ്ങൾ കൃത്യം കൊടുത്തുള്ളൂ. അതല്ല, ആള് പണയം കിടക്കുക. അല്ല, അവന് ശരിക്കും എന്താ പ്രശ്നം? അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല.
ആളുടെ ഇപ്പോൾ ഒരു ആത്മാവുണ്ടെന്നുള്ളതാണ് പ്രശ്നം എന്നാണ് ആൾ പറയുന്നത്. എന്നോട് തന്നെ പറഞ്ഞു. അവനിങ്ങനെ പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾ ആരും വിചാരിച്ചരുത്. സത്യം പറഞ്ഞാൽ അതൊരു ഷോക്കിലായി. വാട്ട് എ കോയിൻസിഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട് അത് ഷോക്കിലാണ്. ആട്ടെ, ഈ ഫ്രണ്ട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ ആർക്കെങ്കിലും ഫീൽ ചെയ്തിരുന്നോ? ദേഹോപദ്രവം എന്തേലും? അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം പ്രേയത്തെ കണ്ടെന്ന് പറഞ്ഞ് അവനിറങ്ങി ഓടി. ഇവന്മാര് വളരെ കഷ്ടപ്പെട്ടാണ് പിടിച്ചോണ്ട് വന്നു. പിന്നെ രാത്രി ആകുമ്പോൾ ഈ ആത്മാവിൻ്റെ കൂടെ ട്രിപ്പ് പോകാന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. എപ്പോഴെങ്കിലും ഒക്കെ കയറി വരുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഈ പ്രേയത്തെ വിശ്വാസമൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. ഇല്ലല്ലേ, പക്ഷെ എനിക്കുണ്ട്. സൂസൻ ഇല്ലേ? ഉണ്ട് ഡോക്ടറെ. സൂസൻ ഉണ്ട്, സൂസൻ. ഈ പ്രേയത്തെ കണ്ടൊക്കെ പിടിച്ച് ചികിത്സിക്കാനാണെങ്കിൽ നാട്ടിലുള്ള പകുതി പേരും പിടിച്ച് ചികിത്സിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് തന്നെ പലയിടത്തും ആത്മാവിൻ്റെ സാധനത്തേക്ക് ഫീൽ ചെയ്യത്തില്ലേ? ഇല്ലേ ഇല്ലേ? ഉണ്ടല്ലേ? ഓക്കെ, ഈ പേഷ്യൻ്റ് പേര് കൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഓക്കെ ഡോക്ടർ. ഇവിടെ ഒന്നും വെറുതെ അങ്ങനെയൊന്നും പറയാതെ ഞാൻ പിടിച്ച് ചികിത്സിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ കൂട്ടുകാരൻ ഇങ്ങനെ അസുഖം വെച്ച് പേടിക്കൊന്നും വേണ്ട. നാട്ടിൽ എല്ലാവർക്കും ഉള്ള ഭ്രാന്തിൻ്റെ കൂടി വർഷം അത്രേ ഉള്ളൂ. തൽക്കാലം ഇവിടെ കിടത്തി ചികിത്സിക്കൊന്നും വേണ്ട. അതുകൊണ്ട് അതാണല്ലോ മെയിൻ. പുറത്തിറങ്ങി വലിയ ലിസ്റ്റ് തരും, അതിൽ മരുന്നൊക്കെ വാങ്ങിക്കണം. പുറത്തൊരു ഫാർമസി ഉണ്ട്, അവിടെ ഇതൊക്കെ കിട്ടത്തുള്ളൂ. അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അസുഖം മാറും, നമുക്ക് നോക്കാം. താങ്ക് യു. അല്ല, പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് മാറിയില്ലെങ്കിലോ? അപ്പോൾ നിങ്ങൾക്കൊരു മരുന്ന് തരാം, അത് കഴിച്ചാൽ മതി. കൂട്ടുകാരെങ്ങനെ അസുഖം ഉണ്ടോ നിങ്ങൾ പറഞ്ഞോളൂ. എന്താ പേരെന്നാ പറഞ്ഞേ? വിഷ്ണു. പ്ലീസ് നോട്ട് വിഷ്ണു. നീ എന്തിനാണ് ഈ മുഖം പൊറിപ്പിച്ചിരിക്കുന്നത്? നീ എന്തിനാണ് തുറച്ചു നോക്കുന്നേ? നീ എന്തിനാണ് മുഖം തിരിക്കുന്നത്? എന്തിനാണ് ചൂടാവുന്നത്? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞങ്ങൾ വേണ്ട സഹായിക്കാൻ. ഇതാണോ സഹായം? പിന്നെ ഞങ്ങളും ഇവിടുത്തെ കരവും പ്രസിഡന്റും കൂടെ നിന്റെയും ആ ആത്മാവിന്റെയും കൂടെ കല്യാണം നടത്തണോ? അങ്ങനെ കല്യാണം നടത്തി കഴിഞ്ഞാൽ അവളുടെ കുടുംബക്കാർ ആത്മാക്കളെ ഇങ്ങോട്ട് വന്ന് കയറില്ലേ? മിണ്ടാതിരിടാ. എന്തിന്? പിന്നെ നീ വന്നിട്ട് നിന്നോട് പ്രേതം കൊണ്ട് രക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടേ? ഇപ്പൊ എന്തായാലും ഒരു ക്ലാരിറ്റി ആയി. എന്ത് ക്ലാരിറ്റി? ഭ്രാന്താണ്. നിന്റെ തന്തയ്ക്കാണ് ഭ്രാന്ത്? പിന്നെ ഭ്രാന്തിനെ ഷോക്ക് അടിപ്പിക്കും. എന്നെ ആരും ഷോക്കൊന്നും അടുപ്പിച്ചില്ല. ഞാൻ അപ്പഴേ പറഞ്ഞ ഉടായ്പാന്ന്. ഇവിടെ ഷോക്ക് അടിപ്പിച്ചിട്ട് കണ്ടു ചേർന്ന് അയാളെ ബില്ല് എഴുതി ചേർത്ത്. ഞാൻ ഒന്ന് നോക്കട്ടെ. നിനക്ക് എന്നെ ഒരു പ്രാന്തനാക്കി മതിയാണ്. എടാ എടാ, അങ്ങനെയൊന്നും അല്ല. ഇനി നിനക്ക് എന്താ വേണ്ടേ? നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റും. ഇവിടെ ഉള്ളവരൊക്കെ ചീത്തയാ. ഇനി നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉമ്മാരൊക്കെ കൂടി നിന്ന് പിടിച്ച് ഭ്രാന്തനാക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. നമ്മൾ മാത്രമുള്ള എങ്ങോട്ടെങ്കിലും. എവിടെ പോവാൻ? എവിടെ പോയാലും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഭ്രാന്തനായിട്ടേ കാണൂ. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. കൂടെ ഒരു ആത്മാവുണ്ടെന്ന് പറയുന്ന ഭ്രാന്തൻ. യുവമാരാകുമ്പോൾ എന്നെ പിടിച്ച് പൂട്ടിയിടില്ല എന്നൊരു ഉറപ്പെങ്കിലും എനിക്ക്. ആരുടെ പെണ്ണ് പുറത്തു നിൽക്കുന്നേ? പെണ്ണ്? നിന്നെ കാണാൻ ഒരു പെണ്ണ് പുറത്തു നിൽക്കുന്നു. ഏത് പെണ്ണ്?